വാട്ടർ ടാങ്ക് ഒരുപാട് ഹൈറ്റിലല്ലാത്ത മിക്ക വീടുകളിലും വാഷിംഗ് മെഷീൻ യൂസ് ചെയ്യുമ്പോൾ ഉള്ളിലേക്ക് വരുന്ന വെള്ളത്തിൻ്റെ പ്രഷർ കുറവായിരിക്കും. ഇതുപോലെ വരാൻ പ്രധാന കാരണം പൈപ്പിൽ കൂടെ വന്ന വെള്ളത്തിന് പ്രഷർ കുറവായതുകൊണ്ടാണ്. ഇതുകൂടാതെ വാഷിംഗ് മെഷീനിലേക്ക് പൈപ്പ് കണക്ട് ചെയ്യാനായിട്ട് അവിടെ ഒരു ഫിൽറ്റർ ഉണ്ട്. അത് അടഞ്ഞിരുന്നാലും ഇതേ പ്രശ്നം വരും. ഇതിൻ്റെ ബാക്ക് സൈഡിലുള്ള ഫിൽറ്റർ ക്ലീൻ ചെയ്തിട്ടും പ്രഷർ കൂടിയില്ല. എൻ്റെ കയ്യിലാണ് ഈ 12 വോൾട്ട് DC വർക്ക് ചെയ്യണ കൂട്ട് ഈ മോഡൽ ഹൈ പ്രഷർ വാട്ടർ പമ്പ് ഉണ്ട്. ഈ വാട്ടർ പമ്പിൽ 2 മോട്ടർ വന്ന ടൈപ്പാണ്. അതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല പ്രഷറുണ്ട്. അപ്പോൾ ഈ വാഷിംഗ് മെഷീനിലേക്ക് ഈ പ്രഷർ പമ്പ് വെച്ച് നമുക്കൊന്ന് പരീക്ഷിച്ച് നോക്കാം. ഇത് ഞാൻ ഓൺലൈനിൽ നിന്ന് വാങ്ങിയ ടൈമിൽ 780 രൂപയായിരുന്നു റേറ്റ്. ഈ മോഡൽ തന്നെ സിംഗിൾ മോട്ടർ ഉള്ളതും കിട്ടും. പക്ഷേ ഇതിലും പ്രഷർ കൂടുതൽ ഡ്യുവൽ മോട്ടർ ഉള്ള ടൈപ്പാണ്. അപ്പോൾ ഈ പ്രഷർ പമ്പ് നമുക്ക് വാഷിംഗ് മെഷീനിലേക്ക് ഒന്ന് കണക്ട് ചെയ്ത് നോക്കാം. നമുക്കപ്പോൾ ഇത് പരീക്ഷിച്ച് നോക്കാൻ വേണ്ടി വാഷിംഗ് മെഷീനിലേക്ക് വെള്ളം കൊടുക്കാൻ വേണ്ടിയുള്ള ഹോസിൻ്റെ ഒരറ്റം ഞാൻ കട്ട് ചെയ്തു. അവിടെയാണ് ഈ പ്രഷർ പമ്പ് ഫിറ്റ് ചെയ്യുന്നത്. ഈ മോഡൽ പ്രഷർ പമ്പൊക്കെ വെക്കുമ്പോൾ അതിൻ്റെ ഔട്ട്ലെറ്റിൻ്റെ ഹോസിൽ ഡയറക്റ്റ് ഹോസ് മാത്രം ഫിറ്റ് ചെയ്താൽ അത് വിട്ടുപോകാൻ ചാൻസ് ഉണ്ട് പ്രഷർ കൂടിയിട്ട്. അപ്പോൾ ഹോസ് ക്ലിപ്പും കൂടെ ഇട്ട് ടൈറ്റ് ചെയ്യണം. ഇനി വെള്ളം ഇതിലേക്ക് കൊടുക്കാൻ വേണ്ടിയുള്ള ഹോസ് ഇൻലെറ്റിലേക്കും കണക്ട് ചെയ്യണം. ഞാനിപ്പോൾ ഈ പ്രഷർ പമ്പ് വർക്ക് ചെയ്യിപ്പിക്കുന്നത് 12 വോൾട്ട് 7H ബാറ്ററിയിൽ നിന്നാണ്. അല്ലെങ്കിൽ 12 വോൾട്ടിൻ്റെ തന്നെ ആംബിയർ കൂടി അഡാപ്റ്റർ ഉണ്ടെങ്കിലും മതി. ഇനി നമ്മുടെ വാഷിംഗ് മെഷീൻ ഒന്ന് ഓൺ ചെയ്ത് നോക്കാം. ഓൺ ചെയ്തപ്പോൾ തന്നെ അത്യാവശ്യം നല്ല സ്പീഡിലാണ് വെള്ളം വരുന്നത്. ഈ വെള്ളത്തിന് തീരെ പ്രഷർ കുറവാണെങ്കിൽ നമ്മൾ വാഷ് ചെയ്യുന്ന ടൈമിൽ ഒരുപാട് സമയമെടുക്കും അലക്കി തീരാൻ. അപ്പോൾ ഈ പ്രഷർ പമ്പ് വെച്ചപ്പോൾ വെള്ളത്തിൻ്റെ സ്പീഡ് എന്തായാലും കൂടിയിട്ടുണ്ട്. ഇതുപോലത്തെ പ്രശ്നമുള്ളവരൊക്കെ ഈ മോഡൽ പ്രഷർ പമ്പിന് പകരം ഇപ്പോൾ ഡയറക്റ്റ് കറണ്ടിൽ കണക്ട് ചെയ്യാൻ ടൈപ്പ് പ്രഷർ പമ്പ് വാങ്ങാൻ കിട്ടും. അങ്ങനെയുള്ളത് ഫിറ്റ് ചെയ്താലും മതി. എൻ്റെ കയ്യിൽ അപ്പോൾ ഈ പ്രഷർ പമ്പ് ഇരുന്നുകൊണ്ടാണ് ഇങ്ങനെ പരീക്ഷിച്ച് നോക്കിയത്. പിന്നെ ഈ പ്രഷർ പമ്പിൽ ഓട്ടോ കട്ട് ഓഫ് ഉണ്ട്. പൈപ്പിൻ്റെ ഉള്ളിൽ നിശ്ചിത പ്രഷർ കൂടുതൽ എത്തുമ്പോഴത്തേനെ തന്നെ ഓഫാവും. അതുകൊണ്ട് തന്നെ വാഷിംഗ് മെഷീൻ്റെ ഉള്ളിലേക്ക് വെള്ളം വരുന്ന ടൈമിൽ മാത്രമാണ് ആ മോട്ടോർ ഓൺ ആവുള്ളൂ. അല്ലാത്ത ടൈം ഓഫായിരുന്നുള്ളൂ. ഞാൻ വാങ്ങിയ പ്രഷർ പമ്പ് വാങ്ങാൻ വേണ്ടിയുള്ള ലിങ്ക് സ്ക്രീനിൽ ടാഗ് ചെയ്തേക്കാം. വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ.